Good morning, sir. Yes, good morning. Good morning, sir. Yes, Ashley, good morning. Good morning, sir. Kira, good morning. Anchana, good morning. Good morning, sir. Yes, good morning. Vaigamol, good morning. Nancy, good morning. Ready. 75% okay, Nancy. ചിലപ്പോ വെള്ളിയാഴ്ചയും ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. ആരംഭിക്കാം. യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസീവ് വോയിസിനെ കുറിച്ചായിരുന്നു. അങ്ങനെ പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞെത്തിയത് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് എത്തിയത്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു, പിന്നെ വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ് എന്ന് ചേർക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഇന്ന് നമ്മൾ അടുത്തൊരു സംഗതിയിലോട്ട് കടക്കുകയാണ്. അപ്പൊ സെന്റൻസ് ഞാൻ പറയാം, അത് നിങ്ങളൊന്ന് എഴുതിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. I have drunk, D-R-U-N-K. I have drunk tea, T-E-A-T. I have drunk tea. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ടെൻസ് എന്താണെന്ന് നോക്കാം. അപ്പോ ആർക്കെങ്കിലും പറയാമോ, ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന വാചകം ഏത് ടെൻസിലുള്ളതെന്ന് പറയാമോ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലേ സാർ? വെരി ഗുഡ്, കറക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ആ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ട്രാൻസ്ലേറ്റ് മനസ്സിലായെന്ന് ചോദിച്ചാൽ സബ്ജക്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ട്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഡ്രിങ്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്. ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ ട്രാൻസ്ലേറ്റ് മനസ്സിലായി ഈ വാചകം പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ വേറൊരു രീതിയാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഒരു രീതി, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വേറൊരു രീതി, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ മറ്റൊരു രീതി, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലും പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും മറ്റൊരു രീതി. ഇപ്പൊ നമ്മൾ പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം പറയുന്ന നിയമങ്ങൾക്കൊന്നും മാറ്റൂല. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം, പിന്നെ അതിനോടൊപ്പം തന്നെ അതിന്റെ മാറ്റില്ല, അതുപോലെയൊക്കെ തന്നെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ ആദ്യം ഒബ്ജക്റ്റ് കണ്ടുപിടിക്കും. ഒബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്, രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കും. ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം ബീൻ എന്ന് ചേർക്കുക, BEEN, ബീൻ എന്ന് ചേർക്കുക.
അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് ഉപയോഗിക്കണം. അപ്പൊ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് ഒബ്ജക്റ്റ്, ഹാസ് അല്ലെങ്കിൽ ഹാവ്, അത് കഴിഞ്ഞതിന് ശേഷം ബി, പിന്നെ വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ കൂടെ നോക്കാം. ഐ ഹാവ് ഡ്രങ്ക് ടീ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് എന്താണ്? ടീ. ടീ കഴിഞ്ഞ് കഴിഞ്ഞാല് ഹാസ് വരും, ഹാവ് വരും, ഹാസ് വരും. ടീ ഹാസ് ബീൻ, ഓക്കെ ശ്രുതി, ടീ ഹാസ് ബീൻ ഡ്രങ്ക് ബൈ മീ. അപ്പൊ ഇതിനു മുമ്പൊക്കെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അന്വേഷിച്ച് പോകുമായിരുന്നു. പ്രസന്റ് പെർഫെക്റ്റ് ആയി തന്നിരിക്കുന്ന ഓക്കെ ഹീര തന്നിരിക്കുന്ന വാചകമെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് വേറെ അന്വേഷിച്ച് പോകണ്ട. കാരണം പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? പാസ്റ്റ് മൂന്നാമത്തെ ഫോം ആയിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ അത് എടുത്തത് എഴുതിയാൽ മതി, വേറെ അന്വേഷിച്ച് പോകണ്ട. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ബി എന്ന് ചേർക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതുന്നു. സിമ്പിൾ ആണല്ലോ. വെരി 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 സിമ്പിൾ, വെരി വെരി സിമ്പിൾ. ഓക്കെ, ഇനി ഇത് സ്വന്തമായിട്ട് ചെയ്യാം. They have eaten, E-A-T-E, eaten 3 apples, T-H-R-E-E, 3 apples, A-P-P-L-E-S, apples. They have eaten 3 apples. They have eaten 3 apples. Okay, Hira. Okay, Sudeep. Okay, Vinisha. Okay, Dansia. Balance on the volume. Okay, Ashili. 3 apples have been, okay, Anjana, have been eaten by them. 3 apples have been eaten by them. Somebody, S-O-M-E-B-O-D-Y, somebody has stolen, S-T-O-L-E-A, stolen the book. Somebody has stolen the book. Okay, anyway. Okay, Srilashmi. Okay, thanks here. Okay, Sudhi. Okay, Vinisha. Okay, Hira. Anjana. Tullu. Yes. The book has been stolen by somebody. They have
cut down, CUT cut down the tree. They have cut down the tree. Yes, Tancia. Okay, Gunyu. Okay, Sudhi. Okay, Vinisha, Srilashmi, okay. Vinisha, another tree, one tree. Okay, Kira. Trees in the have tree in the level. What a rubber has. Okay. Well, pretty dealer. Okay, Anchana. Okay, Adira Krishna. Yes. Okay, okay, okay. Adil. Third. Have they seen him? Have they seen him since SANC, since May, May, May? I'll repeat. Have they seen him since May? Question mark. Very good. Okay. Very good, Rashmi. Have they seen, SEEN, seen him since May, MAY? Okay, Sudhi, here. Yes, when answer the will, has he been seen, has he been seen since May? Have they spoken, SPOKEN, spoken English for 2 weeks, entitled TW2. Have they spoken English for 2 weeks?
Okay, then here. Okay, Sudhi. Okay, fine, answer ചെയ്യാൻ വയ്ക്കാം. Has English. Jayashree, okay. Vidisha, okay. Has English been spoken for 2 weeks? അടുത്ത്. No. Okay, Srishmi. അടുത്ത്. No one, no one has no one has ill-treated, I-L-L, ill, the hyphen, treated, T-R-E-A-T-E-D, മോശമായിട്ട് കരുതുക എന്നർത്ഥം. Ill-treated them for a week, ഒരാഴ്ചയോളം. For a week. I will repeat. No one has ill-treated them for a week. Okay. No one has ill-treated them for a week. Okay, thanks here. Okay. Okay, Srishmi. Okay, Yasri. Okay, Hira. Okay, Vinisha. Okay. Another. Nobody. N-O-B-O-D-Y. Nobody has written. Has written the essay. E-S-S-A-Y. Essay. Yet. Y-E-T. Yet. Nobody has written the essay yet. ഇതുവരെ ആരും essay കഴിഞ്ഞിട്ടില്ല. Okay, then see you. Written ആണ് W-R-I-T-T-E. Yes.
Okay, Srishmi. Okay, Jayasri. Okay, Vinisha. Okay, Ashley. Yes. Ardhu. Has anybody not not taught, T-A-U-G-H-T, taught him? Has anybody not taught him? Shimal. നോട്ട് അവിടുന്ന് മാറ്റിയിട്ട് പൊസിഷൻ മാറ്റിയിട്ടാൽ മതി. ഓക്കെ ഹീര. യെസ്. അപ്പൊ എന്റെ ആൻസർ ഹാസ് ഹി നോട്ട് ബീൻ. ഒരാള് ബീൻ നോട്ട് എഴുതി, അപ്പൊ നോട്ട് ബീൻ ആക്കുക. അധികം ആൻസർ നോട്ട് ബീൻ ഫോട്ട്. Has he not been taught? T-A-U-G-H, taught. Okay. Yes, correct. വിനീഷ, അത് തിങ്കിന്റെ പാസൻസ് ആണ് തോട്ട്. തോട്ട് T-A-U-G-H. ഓക്കെ സുരേഷ്മി. ഓക്കെ ആഷ്ലി. അടുത്തത് have they not done, D-O-N-E, not done exercise, E-X-E-R-C-I-S-E. ഒന്നുകൂടി പറയാം. Have they not done the exercise? Okay. എഴുതിക്കോളൂ. Okay. So their exercise അല്ല, the exercise. Okay, thanks here.
സുലക്ഷ്മി ചോദ്യമാക്കിയില്ലല്ലോ. ചോദ്യമാക്കുമ്പോ ഹാസ് ആദ്യം വരില്ലേ? ചോദ്യമാക്കും സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ ആക്ച്വലി അഞ്ചു അല്ല ജയശ്രീ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഹാവും വന്നു ഹാസും വന്നു, രണ്ടെണ്ണം വന്നു പോയി. ഓക്കെ ശ്രീലക്ഷ്മി, രണ്ടാമത്തെ വന്ന് കളയി. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഹാസ് the exercise not been done by them. Okay, Vinesh, correct ആയി. ഓക്കെ, അതിന് കറക്റ്റ് ആയി. ഓക്കെ, ജയശ്രീ കറക്റ്റ് ആയി. ഒന്നുകൂടി പറയാം. hasn't, HASN apostrophe T, hasn't, HASN apostrophe T, hasn't anybody, ANY BODY, anybody repaired, REPAIRED, repaired the old bus. Hasn't anybody repaired the old bus? Okay. Very good. Okay. ലക്ഷ്മി, ചെറിയ മിസ്റ്റേക്ക് തുടക്കത്തിൽ പറ്റിയിട്ടുണ്ട്, നോക്ക്. തൻസിയ, സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. ജയശ്രീ, സ്റ്റാർട്ടിങ്ങിൽ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ ചോദ്യം പറഞ്ഞത് മനസ്സിലായില്ലേ അല്ലെ? HASNT, ഹാസ്. ഓക്കെ ആക്ച്വലി. അപ്പൊ അത് ഹാസ് നോട്ട് എന്ന് നമുക്ക് ഹാസിന്റെ നോക്കാം. ഹാസിന്റെ അത് കഴിഞ്ഞതിന് ശേഷം എന്താ വേണ്ടേ? ബി. അപ്പൊ അങ്ങനെയുണ്ട്. ഹാസിൻഡ് അത് അതുപോലെ തന്നെ വരും. കാരണം ഇതിന്റെ അകത്ത് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓൾഡ് ബസ് അല്ലേ? ഓൾഡ് ബസ്സസ് എന്നല്ല. അപ്പൊ ഹാസിൻ. ഓക്കെ ഹീര, കറക്റ്റ്. അങ്ങനല്ല, ബീൻ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാ മതി. ഒബ്ജക്റ്റ് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ബീൻ ഇടാം. അപ്പൊ അതിന്റെ ആൻസർ ഹാസിൻഡ് ദ ഓൾഡ് ബസ് ബീൻ റിപ്പയർഡ് ബൈ എനിബഡി.
യെസ്, ഓക്കെ ഓക്കെ, ഒന്നുകൂടി തരാം. കാരണം ഇത് മിക്കവായിട്ട് തെറ്റിയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ചെയ്യാം. ഹാവിൻഡ്, haven't, haven't they helped, HELPD, helped him since April. Haven't they helped him since April? ഓക്കെ, ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചിട്ട് ആദ്യം എഴുതുക. അതിനുശേഷം ഹാസ് ചേർക്കണോ ഹാവ് ചേർക്കണോ ചിന്തിക്കുക. ഓക്കെ, താങ്ക്സ് ചെയ്യാം. Okay, here. Okay, Sudhi. അപ്പൊ എന്റെ ആൻസർ ഞാൻ പറയാം. Hasn't he been helped since April? Okay. യെസ്, അപ്പൊ നമുക്ക് പാസീവ് വോയിസ് ഒക്കെ മതി. അപ്പൊ ഇത് നമ്മൾ നോക്കിയത് പാസ്റ്റ് പെർഫെക്റ്റ്, അല്ല സോറി, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ ഇത് നോക്കിയത്. അടുത്തത് ഞാൻ കുറച്ച് ട്രൂ ഓർ ഫാൾസ് ചോദിക്കുന്നത്. ട്രൂ ഓർ ഫാൾസ്, ട്രൂ എന്ന് പറയാം അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറയാം. ഓരോ സ്റ്റേറ്റ്മെന്റ് കിട്ടി. ഫസ്റ്റ് ചോദ്യം ഇതാണ്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ കോമഡ് അകത്താണ്. എ ഈസ് ദി മോസ്റ്റ് കോമൺ ലെറ്റർ used in English language. True. True ആണോ? യെസ്. അപ്പൊ നമ്മുടെ ആൻസർ പ്രകാരം ട്രൂ അല്ല, അത് ഫാൾസ് ആണ്. ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന ലെറ്റർ ഇംഗ്ലീഷിൽ ഇ ആണ്. ഇ. അടുത്ത ചോദ്യം. എ ലയൺസ്, LION apostrophe S.
A lion's roar, R-O-A-R, roar, ഗർജനം, can be heard up to 8 kilometers away. A lion's roar can be heard up to 8 kilometers away. Okay. Yes. നമ്മളെ ഇത് വനത്തിലാണ് സംഭവം നടക്കുന്നത്. അവിടെ കേൾക്കാൻ പറ്റും. ഇത് ട്രൂ ആണ് കേട്ടോ. ലയൺസിന്റെ ഗർജനം 8 കിലോമീറ്റർ അകലെ വരെ കേൾക്കാൻ പറ്റും. യെസ്. ടൈറ്റാനിക്, നമ്മുടെ സിനിമയുടെ പേര്. ടൈറ്റാനിക് was released in 1999. Titanic, the name of the film, that was released false. Okay. False എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണ്. അത് ഏത് വർഷത്തോട് റിലീസ് ആയതായിരിക്കും പറയാമോ? Oh, okay, thanks. Yeah, very good. I appreciate it. 1997 1997. Yes. There are more stars, stars, in the universe than the grains of sand. Okay, Sudhashmi. Than the grains of sand. Yes, correct. കടൽ തീരത്ത് മൺതരികളേക്കാൾ കൂടുതൽ നക്ഷത്രങ്ങളുണ്ട്. Yes, so there are more stars. അത് ട്രൂ ആണ് കേട്ടോ. അടുത്തത്, the speed of light is faster than the speed of sound. The speed of light is faster than the speed of sound. ശബ്ദത്തെക്കാൾ വേഗതയുണ്ട് പ്രകാശത്തിന്. യെസ്, അപ്പൊ അത് ട്രൂ ആണത്. ട്രൂ ആണ്. അടുത്ത, bees means തേനീച്ച. Bees can see all colors except red. Bees can see all colors except red. Okay, അത് ട്രൂ ആണ്. That is true. Next question. Mercury is the hottest planet in our solar system. Mercury is the hottest planet in our solar system. Yes, അത് ഫാൾസ് ആണ്. കറക്റ്റ് ആണ്. ഫാൾസ് എന്നുള്ളത് മെർക്കുറി അല്ലത്. അത് ഏതാണ്? വീനസ് ആണ്. വീനസ് ആണ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, മെർക്കുറി അല്ല. യെസ്, ഓക്കെ. അടുത്തത്, ഓസ്ട്രേലിയ ഈസ് both a country and a continent. Australia is both a country and a continent. Okay. അത് ട്രൂ ആണ്. ശരിയാണ്. രണ്ടും കൂടിയാണ്. അടുത്തത് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്നുള്ള ചോദ്യമാണ്. A noun is a person, place or a thing. PHANG. A noun. Okay. ട്രൂ ആണ്. ശരിയാണ്. ഒരാളിന്റെയോ സ്ഥലത്തിന്റെയോ പേരെ കുറിച്ച് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ?
നൗൺ എന്ന് പറയാം. അടുത്തത് വാലന്റൈൻസ്. വാലന്റൈൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ February 14th. ഓക്കെ 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 ഓക്കെ, അതെല്ലാവരും പറഞ്ഞു ട്രൂ ആണ് അല്ലേ? February 14th. ഓക്കെ, ഇനി ഞാൻ പറയുന്ന വാക്കുകളുടെ ഓപ്പോസിറ്റ് നിങ്ങൾ പറയണം. ഓപ്പോസിറ്റ്. ചീപ്പ്, CHEAP, ചീപ്പ്. ചീപ്പ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓക്കെയാനും കോസ്റ്റ്ലി അല്ല, കോസ്റ്റ്ലി ആണ്, പക്ഷെ എക്സ്പെൻസീവ് അല്ല. എക്സ്പെൻസീവ്. ചീപ്പ് വില കുറഞ്ഞ, എക്സ്പെൻസീവ് വില കൂടി. ഓക്കെ, അടുത്തത് ഏളി. EARLY, ഏളി. ഓപ്പോസിറ്റ് ഓക്കെ ശ്രുതി, കറക്റ്റ് ആണ്. ലേറ്റ്, ലേറ്റ്, ലേറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, മറ്റുള്ളവരെ കറക്റ്റ് ആണ്. ഏർലി, ലേറ്റ്. നെക്സ്റ്റ് വൺ സിമ്പിൾ ആണ്. ആബ്സെന്റ്. ABSENT, ആബ്സെന്റ്. ഓക്കെ ശ്രുതി, പ്രസന്റ്. PRESENT. ഓക്കെ 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 ഓക്കെ. അടുത്തത് ഓക്കെ അച്ഛന് ആർട്ടിഫിഷ്യൽ. ആർട്ടിഫിഷ്യൽ. ഓക്കെ ശ്രീലക്ഷ്മി, കറക്റ്റ് ആൻസർ. നാച്ചുറൽ. ആർട്ടിഫിഷ്യൽ കൃത്രിമമായ, നാച്ചുറൽ സ്വാഭാവികമായ, നാച്ചുറൽ. യെസ്, നാച്ചുറൽ. ആദ്യ നാച്ചുറൽ എന്ന് പറയാം. അടുത്തത് കോംപ്ലക്സ്. COMPLEX, കോംപ്ലക്സ്. ഇത് പറയാം. സിമ്പിൾ. ഓക്കെ ഹീര, കോംപ്ലക്സിന്റെ കറക്റ്റ് സിമ്പിൾ. ഓക്കെ ഹീരയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. സിമ്പിൾ. അടുത്തത് ഹ്യൂമിഡ്. HUMID, ഹ്യൂമിഡ്. ഹ്യൂമിഡിറ്റി എന്നൊക്കെ പറയില്ലേ? ഹ്യൂമിഡ്. ഓക്കെ ഹിയർ, കറക്റ്റ് ആൻസർ. ഡ്രൈ. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ നനവുള്ള, തണുപ്പുള്ള. അപ്പൊ വറ്റി വരണ്ട എന്ന് പറയുമ്പോൾ ഡ്രൈ ആണ്. അടുത്തത് നിങ്ങൾ കളിയാക്കുന്ന ചോദ്യമാണ്, കാരണം എല്ലാവർക്കും അറിയാം. പോസിറ്റീവ്. ഓക്കെ ശ്രുതി, നെഗറ്റീവ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പോസിറ്റീവ്, നെഗറ്റീവ്. അടുത്തത് ബിൽഡ്. BUILD, ബിൽഡ്. ഓക്കെ ആൻസർ കറക്റ്റ് ആണ്. ബിൽഡിന്റെ ഓപ്പോസിറ്റ് ഡിസ്ട്രോയ്. DESTROY, ഡിസ്ട്രോയ്. യെസ്, ഡിസ്ട്രോയ്, കറക്റ്റ് ആണ്. അടുത്തത് ഫണ്ണി. FUNNY, ഫണ്ണി. ഓപ്പോസിറ്റ് ഓക്കെ ശ്രീലക്ഷ്മി, കറക്റ്റ് ആൻസർ. സീരിയസ്. ഫണ്ണി തമാശ, സീരിയസ് എന്ന് പറയുമ്പോൾ തമാശ ഇല്ലാത്തത്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ, സീരിയസ്. അടുത്തത് സിമ്പിൾ ആണ്. ജൂനിയർ. JUNIOR, ജൂനിയർ. ഓക്കെ, അതില് സീനിയർ. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. യെസ്. അടുത്തത് സിമ്പിൾ ആണ്. ട്രൂ. TRUE, ട്രൂ. ഓക്കെ, അതില് ട്രൂ ഓർ ഫാൾസ് നമുക്കറിയാവുന്നതാണ്. ഫാൾസ്. യെസ്.
അടുത്തതും സിമ്പിൾ ആണ്. SON സൺ. ഓക്കെ ശ്രുതി ഡോട്ടർ, സൺ ഡോട്ടർ. യെസ്. അടുത്തത് SUN സൺ. SUN സൺ. ഓക്കെ ശ്രുതി കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് മൂൺ. മൂൺ. അടുത്തത് റഫ്. ROUGH റഫ്. സോഫ്റ്റ് ആണ്, നല്ല കറക്റ്റ്. സ്മൂത്ത്. ഓക്കെ ശ്രുതി സ്മൂത്ത് ആണ് നല്ല കറക്റ്റ് വേർഡ്. റഫ്, സ്മൂത്ത്. യെസ്. അടുത്ത വളരെ ഈസിയാണ്. പബ്ലിക്. പബ്ലിക് ഓപ്പോസിറ്റ്. ഓക്കെ ആതിര കറക്റ്റ് ആണ്. പ്രൈവറ്റ്. പബ്ലിക് ഓപ്പോസിറ്റ് പ്രൈവറ്റ്. യെസ്. Okay. Your answer is right. Next question. Innocent. Opposite. Innocent. Answer smart അല്ല. Here is correct answer. Guilty ആണ്. GUILTY. Innocent നിഷ്കളങ്കനായ, ഗിൽറ്റി കുറ്റാരോപിതമായ. യെസ്. അടുത്തത് നോയ്സി. NOISY. നോയ്സി. നോയ്സി. ഓക്കെ ആൻസർ സൈലന്റ് എന്നാണ് കറക്റ്റ് പറയാം. സൈലന്റ്. നോയ്സി. യെസ്. നോയ്സ് എന്ന് പറയുമ്പോൾ സൈലൻസ് എന്ന് പറയും. നോയ്സി എന്ന് പറയുമ്പോൾ സൈലന്റ്. ഓക്കെ. അടുത്തത് ലീഗൽ. LEGAL. ലീഗൽ. കറക്റ്റ് ആൻസർ ശ്രുതി ഇല്ലീഗൽ. നിയമപരമായ, നിയമപരമല്ലാത്ത. ഓക്കെ. കറക്റ്റ് ആൻസർ. അടുത്തത് ലോസ്റ്റ്. LOST. ലോസ്റ്റ്. ഓപ്പോസിറ്റ്. ഓക്കെ ആൻസർ കറക്റ്റ്. ഫൗണ്ട്. യെസ് കറക്റ്റ്. നെക്സ്റ്റ് വിക്ടറി. VICTORY. വിക്ടറി. വിക്ടറി ലോസ് അല്ല, വേറെ വാക്കുണ്ട്, നല്ലൊരു വാക്ക്. വിക്ടറി. VICTORY. വിക്ടറി. ഓക്കെ ഹീര കറക്റ്റ് ആൻസർ. ഡിഫീറ്റ്. പരാജയം. DEFEAT. ഡിഫീറ്റ്. ഓക്കെ. അടുത്തത് സക്സസ്. SUCCESS. ഓക്കെ ആൻസർ കറക്റ്റ് ആൻസർ ആണ്. സക്സസിന്റെ ഓപ്പോസിറ്റ് ഫെയിലിയർ. ഫെയിലിയർ. യെസ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ചോദിക്കാറുള്ള വേറൊരു മോഡലുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ആൻസർ ആരംഭിക്കേണ്ടത് വി എന്ന് പറയുന്ന ലെറ്ററിലാണ്. വി. വോളിബോൾ. ഓക്കെ ആതിര കൃഷ്ണ. വി എന്ന് പറയുന്ന ലെറ്ററിലായിരിക്കും നിങ്ങളുടെ ആൻസർ ആരംഭിക്കേണ്ടത്. ചോദ്യം ഇതാണ്. ഓക്കെ ശ്രീലക്ഷ്മി. ആൻ empty position or an empty position or an available job opportunity. ആതിര, ശ്രീലക്ഷ്മി, വിനീഷ അല്ലെ? ആതിര, ശ്രീലക്ഷ്മി ആൻഡ് വിനീഷ. കറക്റ്റ് ആണ് പറഞ്ഞത്. ദാറ്റ് ഈസ് കോൾഡ്
Vacancy. Yes. Okay. Sudhina. Okay. An empty position or an available job opportunity. A serious promise or pledge. P-L-E-D-G-E, pledge. A serious promise or pledge. I will repeat. A serious, S-C-R-I-O-U-S, serious promise. Oh, ശരിയായിട്ട് ശ്രീലക്ഷ്മി അടുത്തേക്ക് പോയി വന്നിട്ടില്ല. പ്രോമിസ് ഓർ പ്ലെഡ്ജ്. വിയിൽ തുടങ്ങുന്ന ഞാൻ തന്നെ പറയട്ടെ. Ansu is the correct answer. Ansu, Hira, Sudhi. Ansu, Hira, and Sudhi. Pinasylishmi. Okay. The answer is wow. V-O-W. அடுத்தது. A word, W-O-R-D, a word that expresses an action. A word that expresses an action. Victory. A word that expresses an action. Okay, thanks here. Ashley, Vinisha. Thanks here. Ashley. And Vinisha. Okay, correct. ഞാൻ പറയാൻ പോയതാണ് ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പറയാൻ പോയപ്പോഴേക്കും വെർബ് നമ്മൾ വന്നു. വെർബാണല്ലോ എപ്പോഴും ആക്ഷൻ പറയുന്നത്. അടുത്തത്. A mode of transport. A mode of transport. Sudhi, Adira, Hira. Sudhi, Adira, and Hira. Vehicle. Yes, actually. Yes. Okay. About mode of transport that is called vehicle. Yes. Another. A thin, T-H-I-N, thin piece of. Piece means P-I-E-C-E, piece. A thin piece of fabric used to cover the face. I'm not going to Sudhi. A thin piece of fabric used. Okay, Ashley, Nancy, Srilashmi. Ashley, Nancy, and Srilashmi. Okay. Wheel. Yes. Another.
liquid coating, LIQUID, liquid coating that adds, ADDS, that adds shine or protection to wooden, WOODEN, wooden surfaces. Liquid coating. Okay, Hira, Srilashmi and Kunju. Hira, Srilashmi and Jayasri. Okay, the answer is varnish. Okay, very good, very good. Sudhi. Okay, okay, okay. അപ്പോൾ നമ്മുടെ ഈ ചോദ്യം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ആൻസറിന് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ജയശ്രീക്കും 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, താൻസിയക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ബിനീഷക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ആതിരക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ആഷിലിക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ഹീരക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ശ്രുതിക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ശ്രീലക്ഷ്മിക്കും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ശ്രുതിയും ശ്രീലക്ഷ്മിയുമാണ് ഇന്നത്തെ. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, ബൈ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.